ഹാവ് യു ഹാഡ് എന്ന യൂസേജ് ഉപയോഗിച്ച് ചോദ്യം ചോദിക്കുന്നതിനെയും അതിന് ഉത്തരം എങ്ങനെ നൽകണമെന്നതിനെക്കുറിച്ചും ചിന്തിക്കുന്നു. ആദ്യം ഒരു ചോദ്യത്തിലേക്ക്. ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? നിങ്ങൾ രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചു? ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? നിങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചു? വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് യെറ്റ്? നിങ്ങൾ ഇതുവരെ പ്രഭാത ഭക്ഷണം കഴിച്ചില്ലേ? അല്ലെങ്കിൽ ഇതിനകം കഴിച്ചുവോ എന്ന് ചോദിക്കാം. യെറ്റ് എന്ന് ചേർക്കുമ്പോൾ ഓൾറെഡി എന്നർത്ഥം. ഹാവ് യു ഹാഡ്, ഇഫ് യു ഹാവ് ഈറ്റൺ എന്ന അർത്ഥമാണ്. ഇനി ഹാസ് യുവർ മോർണിംഗ് മീൽ ഹാപ്പൻഡ് ഓൾറെഡി എന്ന മീനിങ് ആണ് ഇതിൽ കിട്ടുക. നിങ്ങളുടെ മോർണിംഗ് മീല് ഇതിനകം തന്നെ കഴിഞ്ഞുവോ എന്ന അർത്ഥമാണ്. മറ്റൊന്ന്, ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് യെറ്റ്? ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് എന്തെല്ലാം ഉത്തരങ്ങളാണ് പറയാൻ സാധിക്കുക? പോസിബിൾ ആൻസേഴ്സ് എന്തൊക്കെയാണ്? ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, യെസ് ഐ ഹാഡ് ഇറ്റ് ആൻ അവർ അഗോ. ഒരു മണിക്കൂർ മുമ്പ് ഞാനത് കഴിച്ചു കഴിഞ്ഞു. മറ്റൊരു ഓപ്ഷൻ ഇതാണ്, ഇല്ല ഇതുവരെ കഴിച്ചില്ല. നോട്ട് യെറ്റ്, ഐ ആം പ്ലാനിങ് ടു ഹാവ് ഇറ്റ് സൂൺ. അധികം വൈകാതെ കഴിക്കണം എന്ന് ആലോചിക്കുന്നു. മറ്റൊരു ഓപ്ഷൻ ഇതാണ്, യെസ് ഐ ജസ്റ്റ് ഫിനിഷ് ഈറ്റിംഗ്. ഇതാ ഇപ്പൊ കഴിച്ചു കഴിഞ്ഞു. മറ്റൊരു ഓപ്ഷൻ, നോ ഐ ഹാവൻ ഹാഡ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് യെറ്റ്. എനിക്ക് ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റിന് സമയം കിട്ടിയില്ല. മറ്റൊരു ഓപ്ഷൻ ഇങ്ങനെയാണ്, യെസ് ഐ ഹാഡ് എ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഏർലിയർ. ഒരൽപ്പം ചെറിയ പ്രാതൽ ഞാൻ നേരത്തെ തന്നെ കഴിച്ചിരുന്നു. മറ്റൊരു ചോദ്യം, ഹാവ് യു ഹാഡ് എ ചാൻസ് ടു റിവ്യൂ ദ ഡോക്യുമെന്റ്സ്? ഒരു സുപ്പീരിയർ സബോർഡിനേറ്റിനോട് പറയുവാണ്, ഞാൻ നൽകിയിരുന്ന ഡോക്യുമെന്റ്സ് ഒന്ന് റിവ്യൂ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടിയോ? നമുക്ക് എന്തെല്ലാം ഉത്തരം പറയാം? അതെ, ഞാൻ റിവ്യൂ ചെയ്തു കഴിഞ്ഞു എന്ന് പറയാം. അല്ലെങ്കിൽ ചെയ്യാൻ സാധിച്ചില്ല, അല്പം കൂടി സമയം വേണം എന്ന് പറയാം. നമ്മൾ ആദ്യം ഒരു ഓപ്ഷൻ നോക്കുന്നു. യെസ് ഐ ഹാവ് റിവ്യൂഡ് ദം തറലി. ഞാനത് വളരെ വിശദമായി, തറലി എന്ന് പറഞ്ഞാൽ വളരെ വിശദമായി റിവ്യൂ ചെയ്തു കഴിഞ്ഞു. ആൻഡ് ഹാവ് സം നോട്ട്സ്, അതിനെക്കുറിച്ച് കുറച്ച് കുറിപ്പുകളും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മറ്റൊരു രീതിയിലും പറയാം, ഇല്ല ഞാൻ ഇതിനകം അത് ചെയ്തിട്ടില്ല. നോട്ട് യെറ്റ്, ബട്ട് ഐ വിൽ മേക്ക് ഷുവർ ടു റിവ്യൂ ദം ബൈ ദ എൻഡ് ഓഫ് ദ ഡേ. ഇന്നത്തേക്കകം ഞാനത് റിവ്യൂ ചെയ്ത് കഴിയുമെന്ന് ഉറപ്പുവരുത്തും. ഇനി മറ്റൊരു രീതിയിലും പറയാം, യെസ് ഐ ടുക്ക് എ ലുക്ക് അറ്റ് ദം ബ്രീഫ്ലി. ഞാൻ ചെറുതായി ഒന്ന് നോക്കിയിട്ടുണ്ട്, പക്ഷേ ബട്ട് ഐ നീഡ് മോർ ടൈം ടു റിവ്യൂ ദം ഇൻ ഡീറ്റെയിൽ. ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് റിവ്യൂ ചെയ്യണമെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യണമെങ്കിൽ എനിക്ക് കൂടുതൽ സമയം വേണം. മറ്റൊരു ഓപ്ഷൻ ഇതാണ്, നോ ഐ ഹാവൻ ഹാഡ് എ ചാൻസ് ടു റിവ്യൂ ദം യെറ്റ്. എനിക്ക് അത് ഇതുവരെയും റിവ്യൂ ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ടില്ല. ക്യാൻ യു ഗിവ് മീ ആൻ എക്സ്റ്റൻഷൻ ഓൺ ദ ഡെഡ് ലൈൻ? എനിക്ക് നൽകിയിരിക്കുന്ന ആ ഡെഡ് ലൈൻ ഉണ്ടല്ലോ, ആ അന്തിമ സമയം അതൊന്ന് നീട്ടിത്തരാമോ? എനിക്ക് കുറച്ചുകൂടി സമയം ആവശ്യമുണ്ടെന്ന് തന്നെയാണ് ചോദിക്കുന്നത്. മറ്റൊന്ന്, യെസ് ഐ ഹാവ് റിവ്യൂഡ് ദ ഡോക്യുമെന്റ്സ് ആൻഡ് ഐ ആം റെഡി ടു ഡിസ്കസ് ദം വിത്ത് യു. ഈ രീതിയിലും നമുക്ക് ഉത്തരം പറയാം. ഇനി ഹാവ് യു ഹാഡ് ഉപയോഗിച്ച് മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കാം. ഹാവ് യു ഹാഡ് എനി ലക്ക് ഫൈൻഡിങ് എ ന്യൂ ജോബ്? ഒരു പുതിയ ജോലി കണ്ടുപിടിക്കുന്നതിൽ എന്തെങ്കിലും നേട്ടമുണ്ടായോ? പുതിയ ജോലി സാധ്യത തെളിഞ്ഞുവോ എന്നാണ് ചോദിക്കുന്നത്. യെസ് ഐ ഹാവ് ഹാഡ് എ ഫ്യൂ പ്രോമിസിംഗ് ഇന്റർവ്യൂസ് ആൻഡ് ഐ ആം വെയിറ്റിംഗ് ടു ഹിയർ ബാക്ക്. കുറച്ച് വളരെ ശുഭസൂചകമായ ഇന്റർവ്യൂകൾ നല്ലത് കഴിഞ്ഞിട്ടുണ്ട്. മിക്കവാറും അവരിൽ നിന്ന് നല്ല വാർത്ത ഞാൻ കാത്തിരിക്കുകയാണ്. ഇനി മറ്റൊരു രീതിയിലും പറയാം, നോട്ട് യെറ്റ്, ഇല്ല ഇതുവരെ ആയില്ല. ബട്ട് ഐ ആം സ്റ്റിൽ ആക്റ്റീവ്ലി അപ്ലൈയിങ് ആൻഡ് നെറ്റ്വർക്കിംഗ്. ഞാൻ വളരെ സജീവമായിട്ട് പുതിയ ജോലികൾക്ക് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ആൾക്കാരോട് നെറ്റ്വർക്കിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ജോലി ആവശ്യത്തെക്കുറിച്ച്. ഇനി മറ്റൊന്ന്, ആക്ച്വലി ഐ ആം ജസ്റ്റ് റിസീവ്ഡ് എ ജോബ് ഓഫർ ലാസ്റ്റ് വീക്ക്. ഈ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു ജോബ് ഓഫർ കിട്ടിയത്. ആൻഡ് ഐ ആം കൺസിഡറിങ് ഇറ്റ്. ഞാൻ അത് പോണമെന്ന് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു രീതിയിലും പറയാം, അൺഫോർച്ചുനേറ്റ്ലി നോ, ദൗർഭാഗ്യവശാലില്ല. ഐ ഹാവൻ ഹാഡ് എനി ലക്ക് യെറ്റ്. എനിക്ക് ഇതുവരെയും ഒരു ഭാഗ്യം എന്നെ തുണച്ചിട്ടില്ല. ബട്ട് ഐ ആം നോട്ട് ഗിവിംഗ് അപ്പ്, പക്ഷെ ഞാനത് ഉപേക്ഷിക്കുന്നില്ല. മറ്റൊന്ന്, യെസ് ഐ ഹാവ് ബീൻ ഇൻ ടോക്സ് വിത്ത് എ കമ്പനി. ഞാൻ ഒരു കമ്പനിയുമായിട്ട് സംഭാഷണത്തിലാണ്. ആൻഡ് ഇറ്റ്സ് ലുക്കിംഗ് ലൈക്ക് എ സ്ട്രോങ് പോസിബിലിറ്റി. അതൊരു നല്ല ശക്തമായ സാധ്യതയായിട്ട് തോന്നുന്നു. മറ്റൊന്ന്, ഐ ഹാഡ് സം പ്രോമിസിംഗ് ലീഡ്സ്. എനിക്ക് കുറച്ച് പ്രോമിസിംഗ് ആയ ലീഡ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബട്ട് നത്തിങ് ഹാസ് കോൺക്രീറ്റ് യെറ്റ്. പക്ഷേ ഇതുവരെയും കോൺക്രീറ്റ് ആയിട്ട് അങ്ങോട്ട് ഒന്നും ആയിട്ടില്ല. ഐ ആം സ്റ്റേയിങ് പോസിറ്റീവ് ആൻഡ് കീപ്പിംഗ് മൈ ഓപ്ഷൻസ് ഓപ്പൺ. ഞാനിപ്പോൾ പോസിറ്റീവായിട്ട് എൻ്റെ മനസ്സിനെ നിലനിർത്തുന്നു. ഇനിയും പുതിയ ഓപ്ഷൻസ് കിട്ടാൻ വേണ്ടി ഞാൻ മനസ്സ് ഓപ്പൺ ആക്കി നിർത്തുന്നു. മറ്റൊരു ചോദ്യം, ഹാവ് യു ഹാഡ് ടൈം ടു തിങ്ക് അബൌട്ട് മൈ പ്രപ്പോസൽ? ഞാൻ പറഞ്ഞ ആലോചന
അതേക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയം കിട്ടിയോ? ഈ രീതിയിൽ ഉത്തരം പറയാം. യെസ്, ഐ ഹാവ് ഹാഡ് എ ചാൻസ് ടു റിവ്യൂ ഇറ്റ് തറലി ആൻഡ് ഐ ആം എക്സൈറ്റഡ് ടു ഡിസ്കസ് ഇറ്റ് ഫർദർ. എനിക്കത് വളരെ വിശദമായി തന്നെ റിവ്യൂ ചെയ്യാൻ സമയം കിട്ടി. അതേക്കുറിച്ച് കുറച്ച് വിശദമായി നിങ്ങളോട് ചർച്ച ചെയ്യാനും ഉണ്ട് എനിക്ക്. അത് പിന്നീടാവട്ടെ. മറ്റൊരു ഓപ്ഷൻ ഇതാണ്. നോട്ട് യെറ്റ്. അയ്യോ ഇല്ല, ഇതുവരെ ആയിട്ടില്ല. എനിക്ക് നിങ്ങൾ പറഞ്ഞ പ്രപ്പോസൽ എൻ്റെ പ്രയോറിറ്റിയിലുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഓൺ മൈ പ്രയോറിറ്റി ലിസ്റ്റ്. എൻ്റെ മുൻഗണന ലിസ്റ്റിൽ അത് ഉണ്ട്. ആൻഡ് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ബൈ ദ എൻഡ് ഓഫ് ദ വീക്ക്. ഈ ആഴ്ച അവസാനത്തോടെ ഞാൻ അതുമായിട്ട് നിങ്ങളുടെ ആ പ്രപ്പോസലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വരാം. മറ്റൊന്ന്, യെസ്, ഐ ഹാവ് ഗിവൺ ഇറ്റ് സം തോട്ട്. ഞാൻ അതേക്കുറിച്ച് ഒന്ന് ആലോചിക്കുകയുണ്ടായി. ആൻഡ് ഐ ഹാവ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് കൺസേൺസ് ഐ വുഡ് ലൈക്ക് ടു അഡ്രസ്. അതേ സംബന്ധിച്ച് ചില ചോദ്യങ്ങളും ചില ആശങ്കകളും എനിക്ക് ഉണ്ട്. അതും കൂടി ഒന്ന് പരിഗണിച്ചാലാണ് ഒരു അന്തിമോത്തരമാവുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി നോ. ദൗർഭാഗ്യവശാൽ നിങ്ങൾ പറഞ്ഞ പ്രപ്പോസൽ ഞാൻ പരിഗണിച്ചിട്ടില്ല. മൈ ഷെഡ്യൂൾ ഹാസ് ബീൻ എക്സ്ട്രീംലി ബിസി. ഈ ആഴ്ച നല്ല തിരക്കായിരുന്നു. എൻ്റെ സമയം നല്ല ടൈറ്റ് ആയിരുന്നു. ബട്ട് ഐ വിൽ മേക്ക് ഷുവർ ടു റിവ്യൂ ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. പക്ഷേ പറ്റാവുന്നത്രയും നേരത്തെ അത് റിവ്യൂ ചെയ്യും എന്ന് ഞാൻ ഉറപ്പുവരുത്തും. മറ്റൊരു ഓപ്ഷൻ ഇങ്ങനെയും പറയാം. യെസ്, ഐ ഹാവ് കൺസിഡർഡ് യുവർ പ്രപ്പോസൽ ആൻഡ് ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ മൂവിങ് ഫോർവേഡ്. നിങ്ങളുടെ പ്രപ്പോസൽ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ പ്ലാൻ അതുമായിട്ട്. സോ ലെറ്റ്സ് സെറ്റപ്പ് എ മീറ്റിംഗ് ടു ഫൈനലൈസ് ദ ഡീറ്റെയിൽസ്. അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽസ് ഫൈനലൈസ് ചെയ്യാനായിട്ട് നമുക്കൊരു മീറ്റിംഗ് ഉടനെ ക്രമീകരിക്കേണ്ടതുണ്ട്. ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ചോദിച്ച ചോദ്യം ഇതാണ്. ഹാവ് യു ഹാഡ് എന്ന ചോദ്യത്തിന് ഇങ്ങനെ പല രീതിയിലുള്ള ഉത്തരങ്ങളെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു.